Hi dear student. ഇന്ന് നമ്മൾ ബിസിനസ് ലോയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റിന്റെ മോഡ്സ് ഓഫ് ഡിസ്ചാർജ് അതിൽ നിന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യുക, ഒരു കോൺട്രാക്റ്റ് അവസാനിപ്പിക്കുക എന്നത്. അതിൽ നിന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് ബൈ പെർഫോമൻസും ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് ബൈ മ്യൂച്വൽ അഗ്രിമെന്റും. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആക്ച്വൽ പെർഫോമൻസും attempted performance we already discussed the last chapter, that is performance of contract. എന്നാൽ നമ്മൾ അതിലേക്ക് ഒന്ന് നോക്കുക. By performance, this is the most popular and usual way of discharging contracts. When the parties to a contract fulfill their obligation arising under the contract within the time and in the manner prescribed, it is known as discharge of performance. അതായത് സാധാരണ രീതിയിൽ ഒരു കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് പെർഫോമൻസ്. അതായത് രണ്ടാളുകൾക്കും പറഞ്ഞ ഒബ്ലിഗേഷൻസ് കൃത്യസമയത്ത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് രണ്ടാളും ചെയ്തു തീർന്നാൽ ആ കോൺട്രാക്റ്റ് എന്തായി പറഞ്ഞു അവസാനിക്കുന്നു, ക്യാൻസലായിട്ട് പോകുന്നു. എന്നാൽ രണ്ട് തരത്തിൽ നമ്മൾക്ക് പെർഫോമൻസ് ചെയ്യാമെന്നാണ് പറയുന്നത്. പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്റ്റ് മേ ബി ഓഫ് ടു ടൈപ്സ്. അല്ലെ ആക്റ്റീവ് പെർഫോമൻസ് ഉണ്ട്, അറ്റംപ്റ്റഡ് പെർഫോമൻസ് ഉണ്ട്. ആക്റ്റീവ് പെർഫോമൻസ് എന്താ നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലെ. ഇൻ ഓർഡർ ടു ക്ലൈം ദ performance, the parties to the contract must have actually performed their part. It is called active performance. ഒരു കോൺട്രാക്റ്റിലുള്ള രണ്ടാളുകളും അവരുടെ പാർട്ട്, അവരുടെ ഭാഗം ചെയ്ത് തീർക്കുന്നതിനെയാണ് നമ്മൾ ആക്റ്റീവ് പെർഫോമൻസ് എന്ന് പറയുന്നത്. എന്നാൽ അറ്റംപ്റ്റഡ് പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ജസ്റ്റ് അറ്റംപ്റ്റിംഗ് ടു ദ പെർഫോമൻസ് അല്ലേ. നോക്കൂ, a person is bound to perform a promise, will be ready to perform and will also offer to perform his promise, but sometimes the other party may refuse to accept that performance. This is known as attempted performance. അല്ലേ, നമുക്ക് ജോബ് ഓഫർ കിട്ടുന്നു, ആ ഓഫർ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഒരു 10 ആളുകൾ ഇന്റർവ്യൂവിന് പോകുന്നു, ഒരാളെ ആവശ്യമുള്ളൂ. നമ്മൾ ആ പ്രോമിസ് പെർഫോം ചെയ്യാൻ അവർക്ക് ഓഫർ കൊടുക്കുന്നു, പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, നമ്മളെ റിജക്റ്റ് ചെയ്യുന്നു. എന്നാലും നമ്മളെ ഭാഗത്ത് നമ്മൾ അറ്റംപ്റ്റ് നടത്തി അവരെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആക്റ്റീവ് പെർഫോമൻസുമായി. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് എന്താണ് അറ്റംപ്റ്റഡ് പെർഫോമൻസ്. നമ്മൾ ശ്രമം നടത്തുകയാണ്. അറ്റംപ്റ്റഡ് പെർഫോമൻസിന് മറ്റൊരു പേര് പറയുന്നത് അതാണ് ടെൻഡർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമ്മൾ നേരിട്ട് പോകുന്നത് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ട് ബൈ മ്യൂച്വൽ എഗ്രിമെന്റ്. ഇതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. ഇത് 5 കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഒരു കോൺട്രാക്ട് ഏതൊക്കെ രീതിയിൽ ഡിസ്ചാർജ് ചെയ്യാം, ഏത് പെർഫോമൻസ് അല്ലാത്തത്. അതിൽ ഫസ്റ്റ് പറയുന്നത് നൊവേഷൻ ആണ്. ശ്രദ്ധിച്ച് കേൾക്കുക. നൊവേഷനിൽ എൻ ആണ് സ്റ്റാൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ന്യൂ എന്ന് പഠിച്ചാൽ മതി. ഒരു നിലവിലുള്ള കോൺട്രാക്ട് ക്യാൻസൽ ആക്കിയിട്ട് ഒരു പുതിയ കോൺട്രാക്ട് ഉണ്ടാക്കുന്നതിന് പറയുന്ന പേരാണ് നൊവേഷൻ. അപ്പോൾ ആദ്യത്തെ കോൺട്രാക്ട് ഡിസ്ചാർജ് ആയി പോയില്ലേ, അതാണ് നൊവേഷൻ. അപ്പോൾ ഇങ്ങനെ നൊവേഷൻ നമ്മൾ സെറ്റ് ചെയ്യണമെങ്കിൽ അതിലുള്ള എല്ലാ പാർട്ടീസും എന്ത് ചെയ്യണം, എഗ്രി ചെയ്യണം. ഓക്കെ, ലെറ്റ്സ് റീഡ് ഇറ്റ്. Under this method of novation, existing contract is replaced by new. ഈ യെല്ലോ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ് നമ്മളതിൻ്റെ കോർ മീനിങ് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് കോൺട്രാക്ട് ഈസ് റീപ്ലേസ്ഡ് ബൈ ന്യൂ, either between same parties or between new parties. It discharges an existing contract and it brings new contract into the existence. The new contract must be capable of being enforced at law. The consideration for the new contract is the discharge of the old contract. The essential of a novation are: there must be a mutual consent of all parties for the novation. The new contract must be one capable of enforced by law. New contract is made before the expiry period of the original contract. ഇതിൽ കാര്യമായിട്ട് ഒന്നുമില്ല. ഇപ്പം നിങ്ങൾ ഒരു പീടിക, നിങ്ങൾക്കൊരു ഷോപ്പ് ഉണ്ടെങ്കിൽ ആ ഷോപ്പ് വാടകയ്ക്ക് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ വാടകയ്ക്ക് എപ്പോഴും നമ്മൾ കൊടുക്കൽ 11 മാസത്തിലാണ്. 12ാമത്തെ മാസത്തിൽ നമ്മൾ കോൺട്രാക്ട് എന്ത് ചെയ്യും, പുതുക്കും. അപ്പോൾ ഓൾറെഡി എന്ത് ചെയ്യുന്നു, എക്സിസ്റ്റിംഗ് ആയ കോൺട്രാക്ട് എന്ത് ചെയ്യുന്നു, റീപ്ലേസ് ചെയ്തിട്ട് ഒരു പുതിയ കോൺട്രാക്ട് നമ്മൾ ഉണ്ടാക്കുന്നു.
ഓക്കെ. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് നമ്മളതിൽ ഏത് ടേമോ മാറ്റുക, നമ്മളുടെ വാടക റെൻ്റ് ആയിരിക്കും, ആ ടേംസ് ആയിരിക്കും മാറ്റുക. ഓക്കെ. അപ്പോൾ ഒരു നൊവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള കോൺട്രാക്റ്റിനെ ക്യാൻസൽ ചെയ്തിട്ട് ഒരു പുതിയ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നതാണ് നൊവേഷൻ. അപ്പോൾ എന്ത് ചെയ്യും? ഓൾഡ് കോൺട്രാക്റ്റ് എന്ത് ചെയ്യും? ഡിസ്ചാർജ് ആയി പോകും. അതിന് വേണ്ട 3 എലമെൻറ്റ്സ് ആണ് പറയുന്നത്. ഇന്ന് ഇതിലെല്ലാ പാർട്ടീസും നൊവേഷൻ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. പിന്നെ നമ്മൾ പുതിയ ഉണ്ടാക്കുന്ന കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റണം. മൂന്നാമത് പറയുന്നത് നിങ്ങൾ നൊവേഷൻ, അതായത് പുതിയ കോൺട്രാക്റ്റ് ഉണ്ടാകുന്നത് പഴയ കോൺട്രാക്റ്റിൻ്റെ എക്സ്പയറി പീരീഡ് തീരുന്നതിന് മുമ്പ് ആകണമെന്നാണ് പറയുന്നത്. ക്ലിയർ? നമ്മൾ പറഞ്ഞ എന്താണ് ഓൾട്ടറേഷൻ? ഓൾട്ടറേഷൻ വളരെ സിമ്പിളാണ്. നൊവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ കോൺട്രാക്റ്റ് കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്തൊരു പുതിയ കോൺട്രാക്റ്റ് ഉണ്ടാണ്. ഓൾട്ടറേഷൻ എന്ന് പറഞ്ഞാൽ പഴയ കോൺട്രാക്റ്റിലെ 1-2 ടേംസുകൾ, ഒരു ടേംസ് അല്ലെങ്കിൽ 2-3 ടേംസുകൾ മാറ്റം വരുത്തിയിട്ട് ഒരു പുതിയ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നതാണ് ഓൾട്ടറേഷൻ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കാം. Alteration of contract may take place when one or more of the terms of the contract are altered by the mutual consent of the parties to the contract. In the novation, there may be a change in the parties, but in the alteration, the original parties exist. Only the terms are altered. Alteration discharge the original obligation. അപ്പോൾ നമുക്ക് തോന്നും ഓൾട്ടറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൊവേഷനും തമ്മിൽ മാറ്റമുണ്ട്. നൊവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നൊവേഷനിൽ ചിലപ്പം പഴയ പാർട്ടികൾ തന്നെ ആകണമെന്നില്ല, പുതിയ പാർട്ടികൾ വരാം. പക്ഷെ ഓൾട്ടറേഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്? പഴയ പാർട്ടികൾ തന്നെ ആയിരിക്കും നിലവിലുണ്ടായിരിക്കുക. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒരു ടേംസോ ഒന്നിലധികമോ കണ്ടീഷൻസ് മാറ്റി. അപ്പോൾ എന്തായാലും പഴയത് എന്താകും? ക്യാൻസലായിട്ട് മാറും. ഓക്കെ. സോ സെക്കൻഡ് വൺ ഈസ് ഓൾട്ടറേഷൻ, അതായത് നിലവിലുള്ള കോൺട്രാക്റ്റിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് 1-2 മാറ്റം വരുത്തുക. അപ്പം ഓൾഡ് കോൺട്രാക്റ്റിനെ മാറ്റിയിട്ട് പുതിയ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നതാണ് നൊവേഷൻ. പക്ഷേ പഴയ പാർട്ടികളാകാം മേ ബി, അല്ലെങ്കിൽ പുതിയ പാർട്ടികളാകാം. ഓൾട്ടറേഷനിൽ എപ്പോഴും പഴയ പാർട്ടികൾ തന്നെയായിരിക്കും. ക്ലിയർ? ഒറിജിനൽ പാർട്ടീസ് എക്സിസ്റ്റ് എന്ന് പറയുന്നു. എന്താണ് റെസിഷൻ? റെസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാണ്. നമുക്ക് റെസിഷൻ മീൻസ് ദ ക്യാൻസലേഷൻ ഓഫ് കോൺട്രാക്റ്റ്. നിലവിലുള്ള ഒരു കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാം. നമ്മളിപ്പോൾ ആലോചിക്കാം, നമ്മൾക്ക് ഇതേമാതിരി തന്നെ ഒരു ഷോപ്പിംഗ് മാൾ ഉണ്ട്. അതിലൊരു റൂമിൽ ഒരാൾ വാടകയ്ക്ക് നിൽക്കുന്നുണ്ട്. അയാൾ പറയണേ ഞാൻ ഇങ്ങോട്ട് കച്ചവടം ചെയ്യുന്നില്ല. അപ്പോൾ അതോടെ അയാളായിട്ടുള്ള കോൺട്രാക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്യുന്നു. അതാണ് റെസിഷൻ. നോക്കുക, റെസിഷൻ മീൻസ് ക്യാൻസലേഷൻ ഓഫ് ദ കോൺട്രാക്ട്. ഇഫ് ദ പാർട്ടീസ് ടു ദ കോൺട്രാക്ട് എഗ്രി ടു റിസിൻഡ് ചെയ്യാൻ ക്യാൻസൽ ചെയ്യാന്നാണ്. റിസിൻഡ് ഇറ്റ് ദ ഒറിജിനൽ കോൺട്രാക്ട് നീഡ് നോട്ട് ബി പെർഫോംഡ്. പിന്നെ ഒരിക്കലും ആ കോൺട്രാക്ട് പെർഫോം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മളിപ്പോൾ ലോൺ എടുത്ത് ബാങ്കിൽ നിന്ന് ഒരു 5 ലക്ഷം രൂപ ലോൺ എടുത്തു. എന്നിട്ട് നമ്മളോട് പറയാണ് ഇത്ര രൂപയാണ് നിങ്ങൾ മാസത്തിൽ അടയ്ക്കേണ്ടത്. ആ തുക ഫുള്ള് നമ്മൾ അടച്ചു തീർത്തു കഴിഞ്ഞാൽ നമ്മൾ പ്ലെഡ്ജബിളുടെ സെക്യൂരിറ്റി നമുക്ക് തിരിച്ചു തരുന്നു. പിന്നീട് അതോടെ ആ കോൺട്രാക്ട് ക്യാൻസൽ ആയി കഴിഞ്ഞില്ലേ, പിന്നെ അത് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. അത് തന്നെയാണ് റെസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോൺട്രാക്ട് എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്യുന്നു. റെസിഷൻ മേ ബി ഐദർ ടോട്ടൽ ഓർ പാർഷ്യൽ. പക്ഷെ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. റെസിഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ മൊത്തമായിട്ട് നമുക്ക് ക്യാൻസലാക്കാം, അല്ലെങ്കിൽ പാർഷ്യലായിട്ട് ക്യാൻസലാക്കാം. ഇഫ് ദ ഓൾ ടേംസ് ഓഫ് ദ കോൺട്രാക്ട്സ് ആർ ക്യാൻസൽഡ്, എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അതിനെ ടോട്ടൽ റെസിഷൻ എന്ന് പറയുന്നു. വേർ സം ഓഫ് ദ ടേംസ് ഓഫ് ദ കോൺട്രാക്ട് ആർ ക്യാൻസൽഡ്, ചില ടേംസുകൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? ക്യാൻസൽ ചെയ്യുന്നുള്ളൂ. ആൻഡ് സം ന്യൂ ടേംസ് ആർ ആഡഡ്, പുതിയ ടേംസ് ആഡ് ചെയ്യുന്നു. then it is called partial rescission. അപ്പോൾ റെസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിനെ ക്യാൻസൽ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് റെസിഷൻ. റെസിഷൻ 2 തരത്തിലുണ്ട്. ഫുൾ റെസിഷനും ഉണ്ട്, അതുപോലെ അല്ലെങ്കിൽ ടോട്ടൽ റെസിഷൻ ആൻഡ് പാർഷ്യൽ റെസിഷൻ. ടോട്ടൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺട്രാക്റ്റിലെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും ക്യാൻസൽ ചെയ്യും. പാർഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 ടേംസ് ആൻഡ് കണ്ടീഷന് അതൊന്ന് റിമൂവ് ചെയ്തിട്ട് ചിലപ്പോൾ അതുപോലെ തന്നെ 1-2 ആഡ് ചെയ്യും. അതാണ് റെസിഷൻ. എല്ലാം കൂടി കൺഫ്യൂസ്ഡ് ആവരുത്. ആദ്യമേ പറഞ്ഞു തരാം. നൊവേഷൻ എന്ന് പറഞ്ഞാൽ എന്നെ ഓർത്താൽ മതി. ന്യൂ, പരീക്ഷയ്ക്ക് ഇറ്റ്സ് എ ക്രിയേഷൻ ഓഫ് എ ന്യൂ കോൺട്രാക്ട് ബൈ റീപ്ലേസിങ് ദ ഓൾഡ് വൺ. രണ്ടാമത് ഓൾട്ടറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷേ ഈ നൊവേഷനിൽ ശ്രദ്ധിക്കേണ്ടത് അതിലെ പഴയ ആളുകൾ ചിലപ്പം പോയിട്ട് പുതിയ ആളുകൾ വരും. ഓൾട്ടറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1-2 ടേംസ് നമ്മൾ മാറ്റുന്നുള്ളൂ, പക്ഷേ പഴയ പാർട്ടികൾ അവിടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ കോൺട്രാക്റ്റ് മാറും. റെസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ടോട്ടലായിട്ടോ അല്ലെങ്കിൽ പാർഷ്യലായിട്ടോ ടേംസ് ആൻഡ് കോൺട്രാക്റ്റിനെ ക്യാൻസൽ ചെയ്യുക, പിന്നെ ചിലത് ആഡ് ചെയ്യുകയും ചെയ്യുക. കൺഫ്യൂസ്ഡ് ആകരുത്. ഇനി നമ്മൾ നേരിട്ട് റിമിഷൻ ആണ്. അപ്പോൾ റെസിഷനും റിമിഷനും കൂടി ഡോണ്ട് ബി കൺഫ്യൂസ്ഡ്.
ഒന്ന് ശ്രദ്ധിക്കുക. റെമിഷൻ മീൻസ് ദ ആക്സെപ്റ്റൻസ് ഓഫ് എ ലെസർ പെർഫോമൻസ് ദാൻ വാട്ട് വാസ് ആക്ച്വലി ഡ്യൂ അണ്ടർ ദ കോൺട്രാക്ട്. അതായത് എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എ വാസ് ടു ബി, എ ബിയോട് കടപ്പെട്ടിരിക്കുന്നു 50,000 rupees. എ പേസ് ടു rupees 25,000 and B accept the amount in the settlement of the whole debt in case A is discharged from his liability of rupees 50,000. അതായത് ഒരാൾ ഇത്ര പെർസെൻറ്റേജ് പെർഫോം ചെയ്യണം എന്നുണ്ടായിരിക്കും, പക്ഷേ അയാൾ അത്ര ചെയ്യുന്നില്ല, അതിൻ്റെ പകുതി ചെയ്യുന്നുള്ളൂ. പക്ഷേ മറ്റേ പാർട്ടി എന്ത് ചെയ്യുന്നു, ആ പകുതി പെർഫോമൻസിന് ഫുൾ പെർഫോമൻസ് ആയിട്ട് കണ്ടിട്ട് പെർഫോം ചെയ്ത ആളുടെ ആ കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യുന്നതിനെയാണ് റെമിഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഉദാഹരണത്തിൽ പറയുന്നത് എ എന്ന് പറയുന്ന ആൾ ബിക്ക് 50,000 രൂപ കൊടുക്കാനുണ്ട്. ഇന്ന് യഥാർത്ഥത്തിൽ എ കൊടുക്കുന്നത് 25,000 രൂപയാണ് കൊടുക്കുന്നത്. 25,000 രൂപ കൊടുക്കുമ്പോൾ ബി എന്ത് ചെയ്യുന്നു, ആക്സെപ്റ്റ് ചെയ്തിട്ട് ആ 25,000 50,000 കിട്ടിയതുപോലെ കാണുന്നു. എന്നിട്ട് പറയും ഇനി നിങ്ങൾ എന്ത് ചെയ്യണ്ട, പൈസ തരണ്ട, യു ആർ ഡിസ്ചാർജ്ഡ് ഫ്രം ദ കോൺട്രാക്ട്. അതോടെ ആ കോൺട്രാക്ട് എന്താകുന്നു, ക്യാൻസൽ ആകും. അതാണ് റെമിഷൻ. ഇനി വൈബർ എന്താ നോക്കാം. ഇത് ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട്. വെൻ ദ ബോത്ത് പാർട്ടീസ് ബൈ മ്യൂച്വൽ കൺസെന്റ്, രണ്ട് വ്യക്തികളും മ്യൂച്വൽ കൺസെന്റ് പ്രകാരം, പരസ്പര ധാരണ പ്രകാരം എഗ്രി ടു അബാൻഡൻ ദെയർ റെസ്പെക്റ്റീവ് റൈറ്റ്സ്, രണ്ടാളുകളുടെ റൈറ്റ്സ് എന്ത് ചെയ്യുന്നു, അവരെന്ത് ചെയ്യുന്നു, ക്യാൻസൽ ചെയ്യുന്നു. ദ കോൺട്രാക്ട് നീഡ് നോട്ട് ബി പെർഫോം. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ട, കോൺട്രാക്ട് പെർഫോം ചെയ്യേണ്ട. ദ സെയിം ഈസ് ഡിസ്ചാർജ്. ഇറ്റ് ഈസ് കോൾഡ് വൈബർ. വൈബർ എന്ന് ഇത്രയേ ഉള്ളൂ. നമ്മളെ വീട്ടിൽ ജോലിക്ക് വന്നു, എനിക്ക് 10 ദിവസത്തെ പണി എടുക്കാനുണ്ട്, 5 ദിവസം എടുത്തപ്പോൾ നമുക്ക് തോന്നി അയാൾ ഉഷാറല്ല എന്ന്, അയാൾക്കും തോന്നി ഇനി ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു മ്യൂച്വൽ കൺസെന്റ് പ്രകാരം രണ്ടാൾ ആ ജോലി സ്റ്റോപ്പ് ചെയ്യിക്കുന്നതാണ് വൈബർ. ക്ലിയർ. റെമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ശരിക്കും പെർഫോം ചെയ്യേണ്ടത് ശരിക്കും പെർഫോം ചെയ്യാതെ ഒരു പാതി പെർഫോം ചെയ്യുന്നുള്ളൂ, പക്ഷെ അതിനെ നമ്മൾ മൊത്തമായി പെർഫോം ചെയ്തതായിട്ട് പരിഗണിക്കുന്നു. അതാണ് 50,000 രൂപ തരാനുള്ളത് 25,000 രൂപ തന്നപ്പോൾ 50,000 തന്നതുപോലെ നമ്മൾ അതിനെ കാണുന്നതാണ് റെമിഷൻ. റെസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്ഷൻ നമ്മൾ ക്യാൻസൽ ചെയ്യുക, അത് ടോട്ടലായിട്ടോ പാർഷ്യലായിട്ടോ. ഓൾട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള വ്യക്തികളെ വെച്ചിട്ട് ടേംസ് ആൻഡ് കണ്ടീഷനിൽ മാറ്റം വരുത്തുന്നത്. നൊവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വി ആർ ക്രിയേറ്റിംഗ് എ ന്യൂ കോൺട്രാക്ട് ബൈ റീപ്ലേസിങ് ന്യൂ വൺ. ന്യൂ വൺ എന്ന് പറയുമ്പോൾ ന്യൂ പാർട്ടീസും വരും, ഓൾഡ് പാർട്ടീസ് വരെ റീപ്ലേസ് ചെയ്ത് പോകും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ രണ്ട് മോഡാണ് ഇപ്പോൾ നമ്മൾ കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യാൻ പഠിച്ചത്. ഫസ്റ്റ് മോഡ് എന്ന് പറയുന്നത് ഡിസ്ചാർജ് ബൈ പെർഫോമൻസ്, അത് ആക്റ്റീവ് പെർഫോമൻസും അറ്റംപ്റ്റ് പെർഫോമൻസും. പിന്നെ ഡിസ്ചാർജ് ബൈ മ്യൂച്വൽ എഗ്രിമെൻ്റ് ആണ്. അതാണ് നമ്മൾ ഏതൊക്കെ പഠിച്ചത്, നൊവേഷന്, ആൾട്രേഷന്, റെമിഷൻ, റെസിഷൻ ആൻഡ് ഫൈബർ. ഈ 5 പഠിച്ചു. ഓക്കെ. ഇപ്പോൾ പറഞ്ഞത് ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാം. 2-3 പ്രാവശ്യം കേട്ട് നോക്കുക, എന്നിട്ടും ചോദിക്കാം. ഓക്കെ. താങ്ക് യു.